ഹലോ, ബൈക്കുള്ളവരാണോ എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. നമ്മുടെ വണ്ടിയുടെയൊക്കെ മൈലേജ് നിലനിർത്താനും അതുപോലെ തന്നെ നമ്മളെ ചെയിൻ സ്പോക്കറ്റ്, ക്ലച്ച് കേബിൾ എന്നിവയുടെ ലൈഫ് വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മളെ ചെയിനൊക്കെ എങ്ങനെ ടൈറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഇവയെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വണ്ടിക്കകത്തുള്ള ടൂൾ കിറ്റ് തന്നെ ധാരാളമാണ്. ആദ്യം തന്നെ നമുക്ക് ചെയിൻ കവർ അയച്ചു മാറ്റാം. ചെയിൻ കവർ അയച്ച് മാസത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അതും വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് കാണാം എത്രമാത്രം മണ്ണാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതിൽ ചങ്ങലയൊരഞ്ഞ പാടുകളും കാണാം. ഇനി നമുക്ക് വണ്ടി ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഡീസൽ ഉപയോഗിച്ചിട്ട് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വണ്ടി ഓൺ ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യാതിരിക്കുക. നമ്മൾ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം ഷാമ്പു ഉപയോഗിച്ച് ചെയിൻ വാഷ് ചെയ്തെടുക്കാം. പിന്നീട് മറ്റൊരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഗിയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവയെല്ലാം യൂസ് ചെയ്യുന്നതിലൂടെ ക്ലീനറും അതുപോലെ തന്നെ നമ്മളെ ചെയിൻ ലൂബൊക്കെ വാങ്ങുന്ന ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ചെയ്തപ്പോഴേക്കും വണ്ടിയുടെ കണ്ടീഷൻ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചെയിൻ ടൈറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ടൂൾ കിറ്റിലുള്ള സ്പാനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ മാർക്കിങ് പരിശോധിക്കാം. ഈ ഓരോ മാർക്കിങ്ങിലും 5 mm വെച്ചിട്ടാണ് കൂടി വരുന്നത്. നമ്മുടെ ചങ്ങല ഇരിക്കുന്ന പൊസിഷനിൻ്റെ മാർക്കിങ്ങും അതുപോലെ ഇങ്ങനെ ഉയർത്തുമ്പോൾ എത്രത്തോളം വരുന്നു, അതായത് നമ്മുടെ 25 മുതൽ 30 mm നിൽക്കേണ്ടത്. 30 mm കൂടുതലാണെങ്കിൽ ചങ്ങല ഒരുപാട് ലൂസ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ ടൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി സ്ക്രൂ ഡ്രൈവർ ഇതുപോലെ ഇട്ടതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന നട്ട് ലൂസ് ചെയ്യാം. അതിനുശേഷം ആവശ്യാനുസരണം നമുക്ക് ഇലങ്കി ഇതുപോലെ 2 സൈഡിലും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. റീഡിംഗ് ശരിയായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ലൂസ് ചെയ്ത നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇവയെപ്പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ക്ലച്ച് കേബിളിലും അതുപോലെ തന്നെ ബ്രേക്ക് പെഡല്, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നിടത്തൊക്കെ ഓയിൽ കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതോടെ നമ്മളെ ക്ലച്ച് കേബിളൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീ ആവും. അതുകൊണ്ട് തന്നെ നമ്മളെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. എൻജിൻ്റെ പെർഫോമൻസ് ഒക്കെ അത് കൂടാനായിട്ട് സഹായിക്കും. കൂടാതെ നമ്മളെ വണ്ടിയുടെ മൈലേജ് ഒരേപോലെ നിലനിർത്താനും കഴിയും. അപ്പോൾ നമുക്കിനി വണ്ടി സർവീസ് ചെയ്തതിന് ശേഷമുള്ള ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബായ്.